ഉപകരണങ്ങൾക്ക് ഒരു മുഖവുര. മുഖവുര. നമസ്കാരം. മോട്ടോർ സൈക്കിളുകൾ സർവീസ് ചെയ്യാനുള്ള ഉപകരണങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഈ സെഷനിലേക്ക് സ്വാഗതം. മോട്ടോർ ബൈക്കുകളിൽ ജോലി ചെയ്യാനായി നിരവധി ഉപകരണങ്ങൾ ആവശ്യമാണ്. ശരിയായ ഉപകരണമില്ലെങ്കിൽ ലളിതമായ ജോലികൾ പോലും പ്രയാസമായി തീരും. ഇരുചക്ര വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി ചെയ്യുമ്പോൾ ശരിയായ ഉപകരണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ജോലി ഭംഗിയായി ചെയ്യാൻ സാധിക്കും. മാത്രവുമല്ല, ഉപകരണങ്ങളെക്കുറിച്ച് നല്ല അറിവും അവ ഉപയോഗിക്കാൻ നല്ല ധാരണയുമുണ്ടെങ്കിൽ ഈ രംഗത്ത് നിങ്ങൾക്ക് മികച്ച വിദഗ്ധനാകാൻ കഴിയും. ഈ സെഷനിൽ നമുക്ക് ഇരുചക്ര വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് പ്രത്യേകമായി ആവശ്യമുള്ള ഉപകരണങ്ങളെക്കുറിച്ച് പഠിക്കാം. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഉപകരണങ്ങൾ. മോട്ടോർ സൈക്കിളുകളുടെ സാധാരണ അറ്റകുറ്റപ്പണികൾക്കും സർവീസിംഗിനും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഉപകരണങ്ങൾ: സ്പാനറുകൾ, സോക്കറ്റ് റിഞ്ചുകൾ, അഡ്ജസ്റ്റബിൾ സ്പാനർ, ടോർക്ക് റിഞ്ചുകൾ, സ്ക്രൂ ഡ്രൈവറുകൾ, പ്ലെയറുകൾ, ലോങ് നോസ് പ്ലെയറുകൾ, വൈസ് ഗ്രിപ്പുകൾ, ഹാക്സോ, ഫയലുകൾ അഥവാ അരങ്ങൾ, സ്ക്രൂകൾ, വാഷറുകൾ, ബോൾട്ടുകൾ, നട്ടുകൾ തുടങ്ങിയവ മുറുക്കാനോ അയക്കാനോ ആയിട്ടാണ് റെഞ്ചുകൾ ഉപയോഗിക്കുന്നത്. സോക്കറ്റ്, റാച്ചറ്റ്, ടോർക്ക് റിഞ്ച് എന്നിവ ഉപയോഗിക്കുന്ന വിധം. ഇവിടെ ചില ലോഹക്കഷണങ്ങൾ വൈസിൽ സുരക്ഷിതമായി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നു. ആദ്യം നമുക്ക് ഒരു സോക്കറ്റ് റെഞ്ച് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇതിന് ഒരു മെയിൽ ഭാഗവും ഒരു ഫീമെയിൽ ഭാഗവും ഉണ്ട്. ഫീമെയിൽ ഭാഗത്തിന് സോക്കറ്റ് എന്ന് പറയുന്നു. ഇത് മാറ്റിയിടാൻ സാധിക്കും. ബോൾട്ട് സൈസ് അനുസരിച്ചുള്ള സോക്കറ്റ് എടുത്തിട്ട് മെയിൽ ഭാഗത്തേക്ക് ഫിറ്റ് ചെയ്യണം. ഇനി സോക്കറ്റ് റെഞ്ച് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. ലോഹത്തിലുള്ള ദ്വാരത്തിൽ കൂടി ഒരു 12 മില്ലിമീറ്റർ ബോൾട്ട് കടത്തിവെക്കുക. നട്ടെടുത്ത് പിരികളിൽ വെച്ച് കൈകൊണ്ട് കറക്കി മുറുക്കുക. ബോൾട്ട് സൈസ് അനുസരിച്ചുള്ള സോക്കറ്റ് എടുത്തിട്ട് റാച്ചറ്റ് ബോൾട്ട് ഹെഡിൽ വെച്ച് മുറുക്കുക. നട്ട് തെന്നിപ്പോകാതിരിക്കാൻ ഓപ്പൺ എൻഡുള്ള ഒരു സ്പാനർ നട്ടിൽ വെക്കാവുന്നതാണ്. റാച്ചറ്റ് മുറുക്കുമ്പോൾ നമ്മുടെ വശത്തേക്ക് അല്പം വലിക്കാവുന്നതാണ്. ഇതിനെതിരായി അകലേക്ക് മുറുക്കുകയാണ് എങ്കിൽ നട്ട് പെട്ടെന്ന് ലൂസായാൽ കൈ മുറിയാൻ സാധ്യതയുണ്ട്. ബോൾട്ടിനും നട്ടിനും ഇടയ്ക്ക് വിടവ് പാടില്ല. ഇനി നമുക്ക് സോക്കറ്റ് റെഞ്ച് മാറ്റി പകരം ഒരു ടോർക്ക് റെഞ്ച് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സോക്കറ്റ് റെഞ്ചിനെ പോലെ തന്നെയാണ് ടോർക്ക് റെഞ്ച്. പക്ഷേ ഇതിന്റെ പ്രവർത്തന രീതിയിൽ വ്യത്യാസമുണ്ട്. ഓരോ ബോൾട്ടിനും വ്യത്യസ്തമായ ടോർക്കാണ് വേണ്ടത്. ഈ ഉദാഹരണത്തിൽ ആവശ്യമുള്ള ടോർക്ക് 5.5 ന്യൂട്ടൺ മീറ്റർ ആണ്. ഈ അളവിലുള്ള ബോൾട്ടിന് ആവശ്യമുള്ള ടോർക്കായ 5.5 ന്യൂട്ടൺ മീറ്റർ ആക്കി ടോർക്ക് സ്പാനർ അഡ്ജസ്റ്റ് ചെയ്യുക. ടോർക്ക് സ്പാനർ ബോൾട്ടിൽ വെച്ച് മറ്റേ അറ്റത്ത് ഒരു ഓപ്പൺ എൻഡ് സ്പാനറും വെക്കുക. എന്നിട്ട് ടോർക്ക് പ്രയോഗിക്കുക. ആവശ്യത്തിന് മുറുകുമ്പോൾ ഒരു ശബ്ദം കേൾക്കാം. ഇനി റാച്ചറ്റ് ഉപയോഗിച്ച് ബോൾട്ട് അഴിക്കാം. ഇതിന് സോക്കറ്റ് അല്ലെങ്കിൽ റിംഗ് സ്പാനർ ആണ് ഓപ്പൺ അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ സ്പാനറിനേക്കാൾ നല്ലത്. ചിലപ്പോൾ ആവശ്യത്തിനുള്ള സ്ഥലമില്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ സ്പാനർ തന്നെ വേണ്ടിവരും. നട്ടിന്റെയോ ബോൾട്ടിന്റെയോ ഹെഡിൽ മുറുക്കം കിട്ടുന്നത് വരെ അഡ്ജസ്റ്റ് ചെയ്യണം. മുറുക്കമില്ലെങ്കിൽ നട്ടിന്റെയോ ബോൾട്ടിന്റെയോ പോയിന്റുകൾ തേഞ്ഞു പോയേക്കാം. സ്ക്രൂ ഡ്രൈവർ, പ്ലെയർ, ഹാക്സോ എന്നിവ. ഇനി നമുക്ക് സ്ക്രൂ ഡ്രൈവറുകൾ എന്ന പ്രധാന ഉപകരണം ഉപയോഗിക്കുന്ന വിധം നോക്കാം. ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്നവയാണ് ഇവ. മിക്കവാറും എല്ലാവരും തന്നെ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചിരിക്കും. എന്നാൽ ഏറ്റവും തെറ്റായ വിധത്തിൽ ഉപയോഗിക്കപ്പെടുന്നതും ഇത് തന്നെ. സ്ക്രൂ ഡ്രൈവറുകൾ പല സൈസിലും തരത്തിലും ലഭ്യമാണ്. ഉപയോഗിക്കുന്ന സ്ക്രൂവിനനുസരിച്ചുള്ള സ്ക്രൂ ഡ്രൈവർ വേണം ഉപയോഗിക്കേണ്ടത്. കൂടുതൽ വലുതോ ചെറുതോ ആകാൻ പാടില്ല. ഇരുചക്ര വാഹനങ്ങളിലുള്ള സ്ക്രൂകൾ മിക്കവയും പല സൈസുകളിലുള്ള ഫ്ലാറ്റ് അല്ലെങ്കിൽ ക്രോസ് പോയിന്റ് എന്നിവയാണ്. ചെറുത്, ഇടത്തരം, വലുത് എന്നിവയാണ് സാധാരണ ഉള്ളത്. നമുക്കിപ്പോൾ ഒരു 6 മില്ലിമീറ്റർ സ്ക്രൂ എടുത്ത് ചെറിയ ദ്വാരത്തിലും നട്ടിലുമിട്ട് ആദ്യം കൈകൊണ്ട് മുറുക്കാം.
എന്നിട്ട് ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മുറുക്കണം. സ്ക്രൂവുമായി സ്ക്രൂ ഡ്രൈവറിന് വേണ്ട കോണളവ് ശ്രദ്ധിക്കണം. ഒരേ ലൈനിൽ തന്നെ ആയിരിക്കണം. സ്ക്രൂ ഹെഡിലേക്ക് വേണം നേരിട്ട് ശക്തി ചെലുത്തേണ്ടത്. നട്ട് സ്ലിപ്പാകാതിരിക്കാൻ ഒരു ഓപ്പൺ എൻഡഡ് സ്പാനർ കൊണ്ട് പിടിക്കണം. ഇതിനുശേഷം സ്ക്രൂ ലൂസാക്കിയിട്ട് അഴിച്ചുമാറ്റാം. സ്ക്രൂ ഡ്രൈവർ നേർരേഖയിൽ പിടിച്ചില്ലെങ്കിൽ എന്തു പറ്റുമെന്ന് നോക്കാം. സ്ക്രൂ ഹെഡിനും സ്ക്രൂ പിരികളിലും വളവുകൾ വരുന്നത് ശ്രദ്ധിക്കുക. ക്രോസ് പോയിന്റ് സ്ക്രൂ ഡ്രൈവറിനും ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവറിനും ഒരേ ശക്തിയും കോണളവും തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. 2-3 മില്ലിമീറ്റർ മാത്രമുള്ള ചെറിയ സ്ക്രൂകൾ അധികം മുറുക്കരുത്. ഇവയിലെ പിരികൾ പെട്ടെന്ന് പൊട്ടിപ്പോയേക്കും. അടുത്തതായി ഇരുചക്ര വാഹനത്തിൽ പ്ലെയറുകളുടെ ഉപയോഗം നോക്കാം. പ്ലെയറുകൾ ഉപയോഗിക്കുന്നത് ശക്തിയുള്ള ഭാഗങ്ങൾ ബലമായി പിടിക്കുന്നതിനും അല്പമൊക്കെ വളച്ച് അയച്ച് അഴിച്ചെടുക്കുന്നതിനും മറ്റുമാണ്. ഏറ്റവും സാധാരണയായി അഡ്ജസ്റ്റബിൾ, ലോങ് നോസ്, സൈഡ് കട്ടർ, വൈസ് ഗ്രിപ്പ് എന്നീ പ്ലെയറുകളാണ് ഉപയോഗിക്കുന്നത്. സ്ക്രൂകൾ, നട്ടുകൾ, ബോൾട്ടുകൾ എന്നിവയിൽ അത്യാവശ്യമെങ്കിൽ മാത്രമേ പ്ലെയറുകൾ ഉപയോഗിക്കാവൂ. അടുത്തതായി നമുക്ക് ഹാക്സോ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ലോഹഭാഗങ്ങളിൽ ഉപരിതലത്തിൽ കൂടി മുറിക്കാനാണ് ഹാക്സോ ഉപയോഗിക്കുന്നത്. ഇതിനുള്ള ബ്ലേഡ് നല്ലപോലെ മുറുകിയിരുന്നാൽ മാത്രമേ ഇത് ശരിയായി പ്രവർത്തിക്കുകയുള്ളൂ. താഴേക്ക് അല്പം ശക്തി ചെലുത്തി മുൻപോട്ടായി മുറിക്കാനാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നേരെയുള്ള കട്ടുകൾക്ക് 2 കൈകളും കൊണ്ട് മുഴുവൻ സ്ട്രോക്ക് കൊടുക്കണം. പുറകിലേക്കുള്ള സ്ട്രോക്കിൽ താഴേക്കുള്ള മർദ്ദം ആവശ്യമില്ല. അടുത്തതായി നമുക്ക് വൈസിൽ സ്ക്രൂ വെച്ച് ഹാക്സോ, അരം എന്നിവ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കൈകൊണ്ട് അധികം മർദ്ദം ചെലുത്താതെ തന്നെ വൈസ് ഗ്രിപ്പ് പ്ലെയറിൽ സ്പ്രിംഗ് ഉള്ളതുകൊണ്ട് വാഹനത്തിനുള്ള ഒരു ഭാഗത്തെ ബലമായി പിടിച്ചു വയ്ക്കാൻ സാധിക്കും. ഒരു ലോഹ കഷ്ണം ഇതിനുള്ള ജോസിൽ വെച്ച് പിടിച്ചിട്ട് മറ്റേ കൈകൊണ്ട് അരം ചെയ്യുകയോ മുറിക്കുകയോ ചെയ്യാം. ഈ ഉദാഹരണത്തിൽ ഒരു ബോൾട്ട് നമുക്ക് വൈസ് ഗ്രിപ്പിൽ വെച്ചിട്ട് അരം ചെയ്യാം. ഇതുപോലെ ഒരു ചെറിയ സ്ക്രൂ, നട്ട് എന്നിവ വൈസിൽ വെച്ചിട്ട് ഹാക്സോ കൊണ്ട് മുറിക്കാം. ചെറിയ സൂക്ഷ്മതയുള്ള ഒരു അരം കൊണ്ട് പരപ്പില്ലാതെ ആയ അറ്റത്തെ നമുക്ക് മൃദുവാക്കി എടുക്കാം. പിരികളെല്ലാം നല്ല നിരപ്പിലും പരപ്പിലും വേണം. ഇനി സ്ക്രൂവിൽ നിന്നും നട്ട് മാറ്റാം. ഹാക്സോ കാരണമുണ്ടായ പരപ്പില്ലായ്മകൾ ഇതോടുകൂടി നേരെയാകും. ഇതിനുശേഷം നട്ട് സ്ക്രൂവിൽ തിരികെ ഇടാം. ഇതിൽ നിന്നും അരം കൊണ്ട് ചെയ്ത ജോലിയും ഹാക്സോ കൊണ്ട് മുറിച്ചതും നേരെ തന്നെയെന്ന് ഉറപ്പിക്കാം. മുറിച്ച സ്ക്രൂവിലേക്ക് നട്ട് നേരെ ഫിറ്റായില്ലെങ്കിൽ കൂടുതൽ അരം ചെയ്യേണ്ടി വരും. ഉപകരണങ്ങൾ സുരക്ഷയോടുകൂടി ഉപയോഗിക്കാൻ. അടുത്തതായി നമ്മൾ കണ്ട ഉപകരണങ്ങൾ സുരക്ഷയോടുകൂടി ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സ്ക്രൂ ഡ്രൈവർ, ഉളി തുടങ്ങിയ മൂർച്ചയുള്ള ഉപകരണങ്ങൾ നമ്മുടെ ദേഹത്തേക്ക് ചൂണ്ടി ഉപയോഗിക്കരുത്. സോ ബ്ലേഡുകൾ നല്ല മൂർച്ചയുള്ളവയാണ്. അതുകൊണ്ട് മുറിവുകൾ ഉണ്ടാകാതെ ശ്രദ്ധാപൂർവം അവ ഉപയോഗിക്കണം. ഡ്രില്ലുകൾ, ഗ്രൈൻഡറുകൾ, ന്യൂമാറ്റിക് ഉപകരണങ്ങൾ, ഇംപാക്ട് ഡ്രൈവറുകൾ തുടങ്ങിയവയിൽ നിന്നും തെറിച്ചു വരുന്ന ലോഹാംശങ്ങൾ അപകടകാരികളാണ്. അതുകൊണ്ട് കണ്ണുകൾ ഗോഗിൾസ് കൊണ്ട് സംരക്ഷിക്കണം. ഇങ്ങനെയുള്ള പവർ ഉപകരണങ്ങളിൽ നിന്ന് നമുക്ക് അപകടമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചുരുക്കം: ഇതോടുകൂടി ഈ പാഠഭാഗം അവസാനിച്ചു. ഇവിടെ നാം ഇനി പറയുന്ന കാര്യങ്ങൾ പഠിച്ചു. ഇരുചക്ര വാഹനങ്ങൾ സാധാരണയായി സർവീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു: സ്പാനർ, സോക്കറ്റ് റെഞ്ച്, അഡ്ജസ്റ്റബിൾ സ്പാനർ, ടോർക്ക് റെഞ്ച്, സ്ക്രൂ ഡ്രൈവർ, പ്ലെയേഴ്സ്, ഹാക്സോ, ഫയൽ അഥവാ അരം എന്നിവ. നിങ്ങൾ ഈ സെഷൻ ആസ്വദിച്ചു എന്ന് കരുതട്ടെ. നന്ദി.